ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടകർണൻ കാവ്, അതായത് കുറ്റിക്കാട്ടിൽ കണ്ടകർണൻ കാവ്, കാരാട് ഭാഗത്തുള്ളൊരു അമ്പലമാണ്. അമ്പലമെന്ന കാവ് അവിടുത്തെ മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന തിറയാട്ടത്തിൻ്റെ വീഡിയോസാണ്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുടി വെച്ചാണ് നാഗകാളിക്ക് വെള്ളാട്ട് നടത്താറുണ്ട്. വെള്ളാട്ടിൻ്റെ സമയത്ത് ഈ വെളുപ്പത്തിൽ മുടി വെക്കണം. ഈ തിറയാട്ട സമയത്ത് ഈ മുടി വെച്ചിട്ടാണ് പിന്നീട് വെക്കുന്നത്. വസ്ത്രബദ്ധമായ ചെണ്ടയുടെ ആഘോഷത്തോടു കൂടിയാണ് നടക്കുന്നത്. നാഗകളിയുടെ വീഡിയോയുടെ മുന്നിൽ പക്ഷേ ഈ ഒരു വീഡിയോ അതിലൊന്നായിരുന്നു നാഗകാളി. പിന്നെ ഉണ്ടായിരുന്നത് കരിങ്കുട്ടി ഉണ്ടായിരുന്നു, ദണ്ടൻതറ ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ തന്നെ വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കണ്ടകർണനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ശിവപുത്രിയായ ഭദ്രകാളിയുടെ ശരീരരോഗം ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി മഹേശ്വരൻ്റെ കണ്ടത്തിൽ രൂപത്തിൻ്റെ കർണത്തിലൂടെ പുറത്തു വന്ന ഭീകരം നടത്തുകയാണ് കണ്ടകർണൻ നീണ്ടനെന്നും അറിയപ്പെടാറുണ്ട്. 16 കത്തുന്ന പന്തങ്ങളും വളരെ ഉയരമുള്ള മുടിയും രൗദ്രഭാവമുള്ള ഒരു തെയ്യമാണ്. മലബാറിലെ തെയ്യാനുഷ്ഠാനങ്ങളിലെ സാഹസികവും കൗതുകകരവുമായ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പ്രധാനമായും വസൂരി പോലുള്ള പക്ഷിവാദികളെ മാറ്റുന്ന ദൈവമായിട്ടാണ് കണ്ടകർണനെ ആരാധിച്ചത്. ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന് ശേഷം മനോധൻ ശിവനിൽ നിന്നും വരവാങ്ങുകയും ഭദ്രകാളിക്ക് നേരെ ഉയർത്തുള്ളിൽ ഭക്ഷിച്ചപ്പോൾ ഭദ്രകാളിക്ക് വസൂരി ബാധിക്കുന്നു. ഈ രോഗം മാറ്റാനായി ശിവൻ്റെ ഖണ്ഡത്തിൽ രൂപം കൊണ്ട് കർണത്തിലൂടെ പുറത്തേക്ക് വന്ന കണ്ടകർണൻ. അങ്ങനെ ഭദ്രകാളി ശിവനോട് അപേക്ഷിച്ചതിൻ്റെ പ്രകാരം രൂപം കൊണ്ടൊരു മൂർത്തിയാണ് കണ്ടകർണൻ തൻ്റെ നാവുകൊണ്ട് കാളിയുടെ ശരീരത്തിലെ വസൂരികൾ നക്കി നോക്കി തുടക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഭദ്രകാളി ക്ഷേത്രമായ കൊടുങ്ങല്ലൂർ പോയി കഴിഞ്ഞാൽ വസൂരി മാലയ്ക്കിരിക്കുന്ന സ്ഥാനം, അതിൽ ആ ബിംബത്തിൻ്റെ മുകളിൽ മുഖത്ത് മാത്രമുള്ള വസൂരി കലകൾ ഇപ്പോഴും ഉണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ശിവൻ്റെ പുത്രിയായിട്ടാണ് ഭദ്രകാളിയെയും കണ്ടകർണനെ മകനായിട്ടാണ് സങ്കല്പിക്കുന്നത്. ആ സങ്കല്പമായതുകൊണ്ട് തന്നെ അവർ ഏട്ടനും അനിയത്തിയുമായിട്ടുള്ള സഹോദരങ്ങളായിട്ടുള്ള ഒരു സഹോദരൻ ഒരിക്കലും ഒരു സഹോദരിയുടെ മുഖത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ള രീതി കൊണ്ടായിരിക്കാൻ വേണ്ടി അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും. കണ്ടകർണൻ്റെ വേഷം തെയ്യത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന 16 തീപ്പന്തങ്ങൾ. ഈ 16 തീപ്പന്തങ്ങൾ കത്തിച്ചുകൊണ്ടും പിന്നെ തലയിലെ മുടിയിൽ വെച്ചിട്ടുണ്ട് ഈ കണ്ടകർണ തെയ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. മിക്ക സമയങ്ങളിലും വൈകുന്നേരങ്ങളിലാണ് കണ്ടകർണൻ വരുന്നത്. കണ്ട ഭീകരരൂപത്തിലും ദയ ആടിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടകർണൻ. ഭീകരരൂപത്തിലുള്ള ഒരു രൂപമായിട്ടാണ് കണ്ടകർണനെ വരുന്നത്. കണ്ടകർണൻ്റെ തിറയാട്ടങ്ങൾ കഴിഞ്ഞ പേടിപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് കണ്ടെത്താറുള്ളത്. ആചാരാനുഷ്ഠാന പ്രകാരമാണ് നമ്മുടെ എന്നാൽ ഇന്ന് തിറയാട്ടം സമുദായത്തിൻ്റെ പേരിലല്ലാതെയും തെറ്റായിരുന്നു. ഇന്ന് സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കെട്ടിയാടുന്നതെന്നും എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകളും ഇന്ന് കെട്ടിയാടപ്പെടുന്നുണ്ട്. വടക്കൻ മലബാർ ഭാഗങ്ങളിലാണ്, കാവുകളിലോ തറവാടുകളിലാണ് ഇത് പ്രത്യേകിച്ചും ആചരിച്ചു വരുന്നത്.
മറ്റു തെയ്യത്തിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കണ്ടകർണനെ തോറ്റംപാട്ടുകളാണ്. തോറ്റംപാട്ടുകളും നിഗൂഢമായ ശ്ലോകങ്ങളും ഇതിന് ചൊല്ലാറുണ്ട്. ഈ ഈണത്തിൽ ചൊല്ലുന്ന തോറ്റത്തിന് സ്ത്രീകളുടെ സാന്നിധ്യം ഇതിൽ പ്രത്യേകിച്ച് പരാമർശിക്കേണ്ടതുണ്ട്. ഈ കണ്ടകർണ തെയ്യം അകമ്പടിയോടെ വന്ന് നിറയാളുന്നു. അതിൻ്റെ വേഷവിധാനത്തിൽ തന്നെ നല്ല മാറ്റമുണ്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ വെളുപ്പിനും കറുപ്പിനുമാണ് പ്രാധാന്യം നൽകുന്നത്. നമ്മൾ ഏതൊരു കലാരൂപം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മുഖത്ത് കിട്ടുന്ന ചായത്തിന് പ്രത്യേക ഭംഗിയും അതിൻ്റെ ആഭാരവളവും കാണിക്കുന്നതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വെളുപ്പിനും കറുപ്പിനുമാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഈ വേഷവിധാനത്തോടു കൂടി വീട്ടിൻ്റെ അകമ്പടിയോടെ രാത്രിയിലാണ് തയ്ക്കൊക്കെ ആവുന്നത്. കണ്ടകർണ ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിൽ കുറവാണ്. പക്ഷേ ഇപ്പം പണ്ട് കാലത്ത് ഉത്സവങ്ങളും ആരാധനകളും നടത്താതിരുന്ന സ്ഥലങ്ങളിൽ ഇപ്പോൾ നടത്തിപ്പോകുന്നത് തന്നെ എല്ലാ പ്രതിഷ്ഠകൾക്കും അതിൻ്റേതായ ആചാരാനുഷ്ഠാന വിധി പ്രകാരമുള്ള പൂജകളും കർമ്മങ്ങളും അതോടൊപ്പം തെയ്യങ്ങൾ നടത്തുന്നുണ്ട്. ഇതാണ് കണ്ടകർണ തെയ്യം. ഇനി നിങ്ങളൊന്ന് കണ്ടു. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനുശേഷം ഒരു കുരുത്തോല കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം പന്തം കെട്ടും. ഈ ബാക്കിൽ കാണുന്ന മുടിയാണ് അവർക്ക് വെച്ച് കെട്ടുന്നത്. അതിനുശേഷം ഫുള്ളായിട്ട് ഈ പന്തത്തിന് തീരും. അങ്ങനെയാണ് കണ്ടകർണ കെട്ടിയിടാറുള്ളത്. വസൂരിമാലയെ ഇല്ലായ്മ ചെയ്തതിന് ശേഷം നാട്ടിലെ അസുഖങ്ങൾക്കും ശാന്തി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് കണ്ടകർണ പൂജകളും കണ്ടകർണ തെയ്യങ്ങളും കെട്ടിയിടുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ, സി യു. ഇനി നിങ്ങൾ വീഡിയോ കണ്ടോളൂ. മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ, സി യു.